എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം 3ാമത്തെ ചാപ്റ്റർ പൂവിൽ നിന്ന് പൂവിലേക്ക്, ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പൂവിന്റെ വിവിധ ഭാഗങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുക. കേസരപുടം, ദളം, ജനിപുടം, വിതളം, പുഷ്പാസനം, കൂഞ്ഞെട്ട് എന്നിവയാണ് പൂവിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഉള്ളത്. പൂവിനെ നെടുകെ മുറിച്ച് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹാൻഡ് ലെൻസ്. പൂവിനെ നെടുകെ മുറിച്ച് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹാൻഡ് ലെൻസ്. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് കൂഞ്ഞെട്ട്. പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം കൂഞ്ഞെട്ട്. പൂവിന്റെ ആൺലിംഗാവയവമാണ് കേസരപുടം. പൂവിന്റെ ആൺലിംഗാവയവം കേസരപുടം. പരാഗിയും തന്തുകവും ചേർന്നതാണ് കേസരപുടം. പൂവിന്റെ ആൺലിംഗാവയവം കേസരപുടം, പരാഗിയും തന്തുകവും ചേർന്നത്. പൂവിന്റെ പെൺലിംഗാവയവമാണ് ജനിപുടം. ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം എന്നിവ ചേർന്നത്. പൂവിന്റെ പെൺലിംഗാവയവമാണ് ജനിപുടം. ജനിതണ്ട്, പരാഗണസ്ഥലം, അണ്ഡാശയം എന്നിവ ചേർന്നതാണ് ഈ ഒരു ജനിപുടം എന്ന് പറയുന്നത്. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗമാണ് ദളം. പൂവിന് നിറവും മണവും ആകർഷകത്വവും നൽകുന്ന ഭാഗമാണ് ദളം. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗമാണ് വിതളം. മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്ന ഭാഗം വിതളമാണ്. പൂ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗമാണ് വിതളം. പൂ വിരിഞ്ഞതിന് ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് വിതളമാണ്. പൂവിന്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന ഭാഗം പുഷ്പാസനം. പൂവിന്റെ ഇരിപ്പിടം എന്നറിയപ്പെടുന്ന ഭാഗമാണ് പുഷ്പാസനം. ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗമാണ് പൂക്കൾ എന്ന് പറയുന്നത്. ഫലങ്ങൾ ഉണ്ടാകുന്ന സസ്യഭാഗമാണ് പൂക്കൾ. ജീവിവർഗം അവയുടെ തുടർച്ചയായ നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം. ജീവിവർഗം അവയുടെ തുടർച്ച നിലനിർത്തുന്നതിന് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ പ്രത്യുൽപാദനമാണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം നടത്തുന്നത് പൂക്കളാണ്. സസ്യങ്ങളിൽ പ്രത്യുൽപാദനം നടത്തുന്നത് പൂക്കളാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. സസ്യങ്ങളിലെ ലൈംഗിക അവയവമാണ് പൂക്കൾ. സസ്യങ്ങളിലെ ലൈംഗിക അവയവമാണ് പൂക്കൾ എന്ന് പറയുന്നത്. പൂക്കളിലെ പരാഗരേണുക്കളെ പറയുന്നത് പൂമ്പൊടി എന്നാണ്. പൂക്കളിലെ പരാഗരേണുക്കളെ പറയുന്നത് പൂമ്പൊടി. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം, ഓവ്യൂൾ എന്നിവ. ജനിപുടത്തിലെ പ്രധാന ഭാഗങ്ങളാണ് പരാഗണസ്ഥലം, ജനിതണ്ട്, അണ്ഡാശയം എന്നിവ. അതേപോലെ ഓവ്യൂളുമുണ്ട്. കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ പരാഗി, തന്തുകമാണ് കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ. കേസരപുടത്തിലെ പ്രധാന ഭാഗങ്ങൾ പരാഗിയും തന്തുകവുമാണ്. സസ്യങ്ങളിൽ അണ്ഡം കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത്. സസ്യങ്ങളിൽ അണ്ഡം കാണപ്പെടുന്നത് ഏതു ഭാഗത്താണ്? അണ്ഡാശയത്തിലെ ഒവ്യൂളിനകത്ത്. സസ്യങ്ങളിൽ പൂമ്പീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ്. സസ്യങ്ങളിൽ പൂമ്പീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിലാണ്. സസ്യങ്ങളിൽ പൂമ്പീജം കാണപ്പെടുന്നത് കേസരപുടത്തിലെ പരാഗിയിലുള്ള പരാഗരേണുക്കളിൽ. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പമാണ്. ഒരേ പൂവിൽ കേസരപുടവും ജനിപുടവും കാണുന്നത് ദ്വിലിംഗ പുഷ്പത്തിലാണ്. കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിൽ കാണുന്നതാണ് ഏകലിംഗ പുഷ്പം എന്ന് നമ്മൾ പറയാം. കേസരപുടവും ജനിപുടവും ഒന്ന് തന്നെ കണ്ടാൽ നമ്മൾ അത് ദ്വിലിംഗ പുഷ്പം എന്ന് പറയും.
കേസരപുടവും ജനിപുടവും വെവ്വേറെ പൂക്കളിലാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തു പറയും? ഏകലിംഗ പുഷ്പം എന്ന് പറയും. പരാഗരേണുക്കളിൽ നിന്ന് പൂമ്പീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് നമ്മൾ പറയാം. പരാഗരേണുക്കളിൽ നിന്ന് പൂമ്പീജം അണ്ഡവുമായി കൂടിച്ചേരുന്ന പ്രവർത്തനമാണ് ബീജസങ്കലനം എന്ന് പറയുന്നത്. ആൺമരവും പെൺമരവുമുള്ള സസ്യങ്ങളാണ് കുടപ്പന, കുടംപുളി, ജാതി എന്നിവ. ആൺമരവും പെൺമരവുമുള്ള സസ്യങ്ങളാണ് കുടപ്പന, കുടംപുളി, ജാതി എന്നിവ. ആൺമരവും പെൺമരവുമല്ലാത്ത സസ്യമാണ് കവുങ്ങ് എന്ന് പറയുന്നത്. ആൺമരവും പെൺമരവും അല്ലാത്ത സസ്യം കവുങ്ങാണ്. പരാഗണത്തിന് സഹായിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ് തേനീച്ച, കാറ്റ്, പ്രാണികള്, പക്ഷികള്, പൂമ്പാറ്റകള്. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ അത് തേനീച്ച, കാറ്റ്, പ്രാണികള്, പക്ഷികള്, പൂമ്പാറ്റകള് തുടങ്ങിയവയാണ്. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നത് പരാഗണം എന്നാണ് പറയുക. ഒരു പ്രാസമൊപ്പിച്ച് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞു പോവാം. എന്താണ്? പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറയാ? പരാഗണം എന്ന് പറയാ എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകമാണ് പരാഗണകാരി. പരാഗണത്തിന് സഹായിക്കുന്ന ഘടകമാണ് പരാഗണകാരികൾ എന്ന് പറയുന്നത്. ചേനയിലും ചേമ്പിലും പരാഗണം നടത്തുന്നത് ഈച്ചയാണ്. ചേനയിലും ചേമ്പിലും പരാഗണം നടത്തുന്നത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈച്ചയാണ് ചേനയിലും ചേമ്പിലും പരാഗണം നടത്താറുള്ളത്. ഇനി നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റാണ്. നെല്ല്, ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവയിൽ പരാഗണം നടത്തുന്നത് ആരാണ്? കാറ്റാണ്. നെല്ല്, ഗോതമ്പ്, ചോളം എന്നിവയിൽ പരാഗണം നടത്തുന്നത് കാറ്റ്. കുരുമുളക് ചെടിയിലെ പരാഗണകാരിയാണ് ജലം. കുരുമുളക് ചെടിയിലെ പരാഗണകാരി ജലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. മഴയും മഴത്തുള്ളികളുമായിട്ടാണ് അവിടെ പരാഗണത്തിന് സഹായിക്കുന്നത് എന്നുള്ളതും കൂടെ അവിടെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വർണ്ണഭംഗിയുള്ള പൂക്കളുള്ള ചെടികളിലെ പരാഗണകാരി തേനീച്ചയാണ്. വർണ്ണഭംഗിയുള്ള പൂക്കളിലെ പരാഗണകാരി തേനീച്ച. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിലെ പരാഗണകാരി നിശാശലഭമാണ്. രാത്രി വിരിയുന്ന വെളുത്ത പൂക്കളിലെ പരാഗണകാരി നിശാശലഭം. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. മികച്ച വിത്തിനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഗുണമേന്മയുള്ള ചെടിയിൽ നിന്ന് പരാഗരേണുക്കൾ ശേഖരിച്ച് മറ്റൊരു പൂവിന്റെ പരാഗണ സ്ഥലത്ത് വിതറുന്ന പ്രക്രിയയാണ് കൃത്രിമ പരാഗണം. കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യമാണ് വാനില. കൃത്രിമ പരാഗണം നടത്തുന്ന ഒരു സസ്യം വാനിലയാണ്. വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ചയാണ് മെലിപ്പോൺ. വാനിലയിൽ പരാഗണം നടത്തുന്ന തേനീച്ച ഏതാണ് എന്ന് ചോദിച്ചാൽ മെലിപ്പോണയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. പൂവിന്റെ ഏത് ഭാഗം വളർന്നാണ് ഫലമുണ്ടാകുന്നത്? അണ്ഡാശയം. പൂവിന്റെ ഏതു ഭാഗം വളർന്നിട്ടാണ് ഫലമുണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അണ്ഡാശയം വളർന്നിട്ടാണ് ഫലമുണ്ടാകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളാണ് നമ്മൾ ലഘുഫലം എന്ന് പറയാം. ഒരു പൂവിൽ നിന്ന് ഒരു ഫലം മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരം ഫലങ്ങളെ ലഘുഫലം എന്ന് പറയുന്നു. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുണ്യഫലം എന്നാണ് പറയുക. ഒരു പൂവിൽ നിന്ന് ഒന്നിലധികം ഫലങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അത്തരം ഫലങ്ങളെ പുണ്യഫലങ്ങൾ എന്നാണ് പറയുക എന്നുള്ളത് ഓർത്തിരിക്കുക. പുണ്യഫലത്തിന് ഉദാഹരണങ്ങളാണ് സീതപ്പഴം, ബ്ലാക്ക്ബെറി, അതേപോലെ അരണമരക്കായ. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? സീതഫലം, ബ്ലാക്ക്ബെറി, അരണമരക്കായ എന്നിവ ഉദാഹരണങ്ങളാണ്.
ലഘുഫലത്തിന് ഉദാഹരണമാണ് മാങ്ങ. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലതാകാതിരിക്കുകയും ഇവയെല്ലാം ആ പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആകുകയും ചെയ്യുന്ന ഫലങ്ങളാണ് സംയുക്ത ഫലങ്ങൾ. ബീജസങ്കലനം വഴി ചില പൂക്കൾ ഫലമാവുകയും ചിലത് ആകാതിരിക്കുകയും ഇവയെല്ലാം ഒരു പൊതു ആവരണത്തിനുള്ളിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു ഫലം പോലെ ആകുകയും ചെയ്യുന്ന ഫലങ്ങളെ നമ്മൾ സംയുക്ത ഫലങ്ങൾ എന്ന് പറയാറുണ്ട്. ചക്കയിൽ ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളെയാണ് നമ്മൾ ചവിണി എന്ന് പറയുന്നത്. ചക്കയിൽ ബീജസങ്കലനം നടന്ന് ഫലമായി മാറാത്ത പൂക്കളെയാണ് നമ്മൾ ചവിണി എന്ന് പറയുക എന്നുള്ളത് ഓർത്തിരിക്കുക. സംയുക്ത ഫലത്തിന് ഉദാഹരണമാണ് ചക്ക. സംയുക്ത ഫലത്തിന് ഉദാഹരണമാണ് ചക്ക. പാകമാകുമ്പോൾ പെരിക്കാർപ്പ് ഉണങ്ങിപ്പോകുന്ന ഫലങ്ങളാണ് ശുഷ്കഫലങ്ങൾ എന്ന് പറയുന്നത്. പാകമാകുമ്പോൾ പെരിക്കാർപ്പ് ഉണങ്ങിപ്പോകുന്ന ഫലങ്ങളെ നമ്മൾ ശുഷ്കഫലങ്ങൾ എന്ന് പറയാറുണ്ട്. ശുഷ്കഫലത്തിന് ഉദാഹരണങ്ങളാണ് നെല്ലും ഗോതമ്പുമൊക്കെ. ശുഷ്കഫലത്തിന് ഉദാഹരണങ്ങളാണ് നമ്മുടെ നെല്ലും ഗോതമ്പുമൊക്കെ. പാകമാകുമ്പോൾ വിത്തുകൾ പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന ഫലങ്ങളാണ് സ്ഫോട്യഫലങ്ങൾ. പാകമാകുമ്പോൾ വിത്തുകൾ പൊട്ടി പുറത്തേക്ക് തെറിക്കുന്ന ഫലങ്ങളാണ് സ്ഫോട്യഫലങ്ങൾ. സ്ഫോട്യഫലത്തിന് ഉദാഹരണമാണ് കാശിത്തുമ്പ, വെണ്ട, മുരിങ്ങ, റബ്ബർ, ഉമ്മം, ഉന്നക്കായി എന്നിവ. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇത്തരം ഫലങ്ങളാണ് കപടഫലങ്ങൾ എന്ന് പറയാറുള്ളത്. ചില സസ്യങ്ങളിൽ പൂഞ്ഞെട്ട്, പുഷ്പാസനം തുടങ്ങിയ ഭാഗങ്ങൾ വളർന്ന് ഫലം പോലെയാകുന്നു. ഇത്തരം ഫലങ്ങളെ നമ്മൾ കപടഫലം എന്നാണ് പറയാറുള്ളത്. കപടഫലത്തിന് ഉദാഹരണങ്ങളാണ് ആപ്പിള്, കശുമാങ്ങ, അത്തിപ്പഴം എന്നിവ. കപടഫലത്തിന് ഉദാഹരണങ്ങളാണ് ആപ്പിള്, കശുമാങ്ങ, അത്തിപ്പഴം എന്നിവ. ദ്വിലിംഗ പുഷ്പങ്ങളിലെ പരാഗണ രീതി സ്വപരാഗണമാണ്. ദ്വിലിംഗ പുഷ്പങ്ങളിലെ പരാഗണ രീതി എന്താണെന്ന് ചോദിച്ചാൽ സ്വപരാഗണമാണ്. പൂവിന്റെ ഏതു ഭാഗം വളർന്നാണ് വിത്ത് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒവ്യൂള് വളർന്നിട്ടാണ് വിത്ത് ഉണ്ടാവുന്നത്. പൂവിന്റെ ഏതു ഭാഗം വളർന്നാണ് വിത്ത് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ ഒവ്യൂള് വളർന്നിട്ടാണ് വിത്ത് ഉണ്ടാകുന്നത് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രത്യേകമായിട്ട് പറയാനുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.